ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു അവർ ഫാമിലി ഓഷ്യൻ മാഷപ്പ്. ഓക്കെ, അപ്പോൾ എന്താ ഞാൻ ആർ ഫാമിലി ആക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 100 സബ്സ്ക്രൈബേഴ്സായി. ഞാൻ ഒത്തിരി 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 ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും, ഓ 100 ആകുമ്പോഴത്തേനും ഇങ്ങനെയാണോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ കാക്കയ്ക്ക് തൻ കുഞ്ഞു പൊൻകുഞ്ഞു എന്നല്ലേ. പിന്നെന്താ, സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഇനിയും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വേണം. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. മൺഡേ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചണം. ഞാനൊരു ഡയറ്റിലാണ്, GM ഡയറ്റ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ നെക്സ്റ്റ് വീക്ക് പറയാം. അപ്പോൾ അത് കാരണം ബ്രെയിനൊന്നും വർക്കാവുന്നുണ്ടായിരുന്നില്ല. ഡയറ്റ് ആകുമ്പോൾ അത്രയും നമുക്ക് കൺട്രോളൊക്കെ വേണ്ടേ. അതാണ് ഇത്രയും ലേറ്റായി പോയത്. പിന്നെ അപ്പോഴേ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, രഞ്ജു 100 സബ്സ്ക്രൈബേഴ്സ് ആയല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ നോക്കിയത്, ഫസ്റ്റൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുമായിരുന്നു. അപ്പോൾ ആവാത്ത വരുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സങ്കടമായിരിക്കും. പിന്നെ ഞാൻ വിചാരിച്ചത് ഞാൻ നോക്കില്ല, മാസത്തിൽ ഒരിക്കലേ നോക്കുള്ളൂ എന്ന്. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ ആയിന്ന്. അപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷം, ഉടനെ എടുത്ത് നോക്കി. ഓക്കെ, നിങ്ങളുടെ അടുത്ത് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ മേക്കപ്പാണ്. ഞാൻ പുറത്ത് പോകുന്ന സമയത്ത് എങ്ങനെ മേക്കപ്പ് ചെയ്യുക, എല്ലാവർക്കും ഒരു എന്താ പറയുക, അതായത് BB ക്രീം ഒന്നുമില്ലാതെ ജസ്റ്റ് നമ്മുടെ കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് ജസ്റ്റ് ഒരു സിമ്പിൾ മേക്കപ്പാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും ചെയ്യുന്നതാണെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറഞ്ഞ്, ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ പറഞ്ഞിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം. അതേപോലെ ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അടുത്തൊരു നോട്ടിഫിക്കേഷൻ ബെല്ല് കാണും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോഴേ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ, അപ്പോഴേ വ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഒത്തിരി കത്തി വെച്ച് നിങ്ങളെ കൊല്ലുന്നില്ല, നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഞാൻ നല്ലൊരു മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്തു, പിന്നെ നല്ലൊരു സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്തു. അടുത്തത് നമ്മുടെ എന്താ പറയുക, കോൺടോർ ചെയ്യുക. കോൺടോറിങ് പാലറ്റ് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഡൾസ് ഡി ലെച്ച് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കണ്ണും ഐലിഡും അണ്ടർ ഐയും പിന്നെ T-സോണൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രഷ് വെച്ച് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നന്നായിട്ട് ഫോർഹെഡ്, നമ്മുടെ നോസ് ബ്രിഡ്ജ്, പിന്നെ ക്യൂപ്പിഡ്സ് ബോണ്, ചിന്ന് ഒക്കെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒന്ന് ഹൈലൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ ഹൈലൈറ്ററൊന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് 2 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ജസ്റ്റ് അത് എക്സസ് ആയിട്ടുള്ള പൗഡർ എല്ലാം ഒന്നൊരു ഫ്ലഫി ബ്രഷ് വെച്ച് ഞാൻ എല്ലാം ഒന്ന് തട്ടിക്കളയാണ്. ഓക്കെ, അടുത്ത ഫിറ്റ്മിയുടെ ഒരു കോമ്പാക്ട് പൗഡറാണ്. 235 ആണ് റേഞ്ച്, ഷെയ്ഡ് 235. നല്ലൊരു ഇതാണ്. അത് വെച്ച് ഞാൻ ഫുൾ ഫേസ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു ഫ്ലഫി ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നെക്ക്, പിന്നെ ഈ നമ്മുടെ ചെവി എല്ലാം നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, എക്സ്ട്രാ ഉള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കളയുക. നന്നായി ബ്ലെൻഡ് ചെയ്ത് നന്നായിട്ട് ഫേസ് ഫുള്ളാക്കി. അടുത്തത് ഞാൻ സെയിം ആ കോൺടോറിങ് പാലറ്റില്ലേ, അത് വെച്ചിട്ട് നോസ് ഒന്ന് കോൺടോർ ചെയ്യണം, ഒരു ആംഗിൾ ബ്രഷ് വെച്ചിട്ട്. ഓക്കെ, നന്നായിട്ട് നല്ലൊരു പൗഡറാണ് കേട്ടോ അത്. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ആ കോൺടോർ പാലറ്റ് നല്ലൊരു പൗഡറാണ്, നല്ലൊരു പൗഡറി ഫിനിഷാണ്. സോ അത് വെച്ച് ഞാൻ നന്നായിട്ട് നമ്മുടെ മൂക്കൊന്ന് കോൺടോർ ചെയ്ത് കൊടുത്തു. ഓക്കെ, പിന്നെ മൂക്കിൻ്റെ അടിയിലും ഒക്കെ ഒന്ന് ഷെയ്ഡ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫേസ് ഒന്ന് ഡിഫൈൻ ആവാൻ വേണ്ടി ചീക്ക് ബോണൊക്കെ ഒന്ന് കോൺടോർ ചെയ്യുക. ചീക്സിൻ്റെ അവിടെ ഒന്ന് കോൺടോർ ചെയ്ത് കൊടുക്കുകയാണ്. ഫസ്റ്റ് ലൈറ്റായിട്ട് ഒരു ലൈൻ വരച്ചിട്ട് ഫോർഹെഡും പിന്നെ ടെമ്പിൾ ആ ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് ഞാൻ അപ്ലൈ ചെയ്യാണ്. അതിന് ശേഷമാണ് നമ്മൾ എന്താ പറയുക, ഒരു ബ്രഷ് വെച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് അങ്ങ് കൊടുക്കണം. കണ്ടോ, അപ്പോൾ ഞാനൊരു ബ്രഷ് എടുത്തു, എന്നിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്ത് നന്നായിട്ട് ഹെയർ ലൈനിലോട്ട് അങ്ങ് മേലോട്ടാണിത് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, നന്നായിട്ട് മേലോട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ആ ഹാർഷ് ലൈൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചിട്ടല്ലേ ഉള്ളൂ, ആ ലൈൻ അങ്ങനെ കാണും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നോക്കുക എവിടെയെങ്കിലും ഇനി നമ്മൾ ചെയ്യണോ എന്നുള്ളത് നോക്കുക. എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ ചെയ്യാം. എന്നിട്ട് ഞാൻ ജോ ലൈനും ഒക്കെ അതുകൊണ്ട് അത് ചെയ്യുമ്പോൾ തന്നെ ഒരു ലൈൻ പോലെ ഇങ്ങനെ കിട്ടും. നമ്മുടെ ഫേസും നെക്കും കൂടെ തമ്മിലൊരു നന്നായിട്ട് ഡിഫൈൻ ആയിട്ട് കിട്ടുന്നുണ്ട്, നന്നായിട്ട് മാറി കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഓവൽ ഷേപ്പാണ്, അത് കാരണം താടിയുടെ അവിടെ കുറച്ചും കൂടെ ഞാനൊന്ന് കോൺടോർ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ കോൺടോർ ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ഇൻ ചെയ്ത് കൊടുത്തു. ഓക്കെ, അടുത്ത ഞാൻ അതേ കോൺടോർ പാലറ്റ് ഉണ്ടായിരുന്നില്ല, അതിൻ്റെ കൺസീലർ പൗഡർ വെച്ച് നോസ് ഒന്നും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, പിന്നെ ക്യൂപ്പിഡ്സ് ബോണ് കണ്ടില്ല, അപ്പോൾ ആ ലിപ്സൊക്കെ ഒന്നിങ്ങനെ എടുത്ത് നിൽക്കും. ഓക്കെ, അടുത്ത ഞാൻ ഐബ്രോ ആണ് ചെയ്യുന്നത്. എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ മിസ് ക്ലെയറിൻ്റെ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ഐബ്രോ നന്നായിട്ടൊന്ന് വരച്ച് കൊടുക്കുകയാണ്. നന്നായിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് എന്താ പറയുക, ഹെയർ ലൈനിൻ്റെ മേലോട്ട് അങ്ങ് ചെയ്യാൻ പാടില്ല. നമ്മൾ കറക്റ്റ് ഒരു ചെറിയൊരു
മേലെ വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. ബട്ട് ഒത്തിരി അങ്ങ് മേലോട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും മനസ്സിലാവും. ഓക്കെ, എന്നിട്ട് അതിൻ്റെ തന്നെ ഒരു ബ്രഷ് വെച്ച് ഞാൻ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അതേപോലെ തന്നെ രണ്ട് പിരുകവും ഇതേപോലെ തന്നെ നന്നായിട്ട് നമ്മൾ വരയ്ക്കുക. ഓക്കെ, പിരുകം വരയ്ക്കാതെ എവിടെയും പോകരുത്. പിരുകം ഒന്ന് ബ്രഷ് ചെയ്താൽ മാത്രമേ ആ ഒരു ലുക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, പിന്നെ ഞാൻ അതേ ആംഗിൾ ബ്രഷും അതേ കോൺടോറിങ് പാലറ്റ് വെച്ചിട്ട് കണ്ണിൻ്റെ മുകളിൽ നമ്മൾ ഒരു നാച്ചുറൽ ലുക്കാണല്ലോ വേണ്ടത്. അപ്പോൾ ഞാൻ ചീക്സ് കോൺടോർ ചെയ്ത് വെച്ച് തന്നെ കണ്ണും ജസ്റ്റ് ഒന്ന് അപ്പോൾ ഒരേപോലത്തെ ഒരു കളറ് കിട്ടും. ഓക്കെ, അത് വെച്ച് തന്നെ കണ്ണിൻ്റെ മുകളിൽ ഫുള്ള് ഞാനത് വെച്ചിട്ടൊന്ന് അപ്ലൈ ചെയ്യാണ്. ഓക്കെ, ട്രാൻസിഷൻ ഷെയ്ഡായിട്ടും പിന്നെ ഐലിഡിലും എല്ലാം. പിന്നെ നൈക്കയുടെ ജസ്റ്റ് വിങ്ക് ഇറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാലറ്റാണ്. അതിനൊരു ഒരു ഒരു ഷിമ്മറി ഷെയ്ഡ് കേട്ടോ, സെക്കൻഡുമാണ് അതിൻ്റെ ഒരു ഗോൾഡൻ ഷിമ്മറി ഷെയ്ഡ്. അത് വെച്ച് ഞാൻ കണ്ണിൻ്റെ ഇന്നർ കോർണറിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് കണ്ണിങ്ങനെ വിടർന്നിരിക്കും കേട്ടോ. ശരിക്കും ജസ്റ്റ് അത് ഇങ്ങനെ പുറത്തുനിന്ന് പോകുമ്പോൾ അത്രയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. ബട്ട് നമ്മൾ ആ കണ്ണിന് നല്ലൊരു ലുക്കും വരും. സോ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്ലൈ ചെയ്താൽ ആർക്കും മനസ്സിലാവില്ല നമ്മൾ കണ്ണിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. അത് അത്ര ഷിമ്മറി അല്ല, അത്രയ്ക്കൊന്നും അറിയുന്നില്ല. പിന്നെ അതേ ഷിമ്മർ ഷെയ്ഡ് വെച്ചിട്ട് തന്നെ ഞാൻ കണ്ണിൻ്റെ ഒരു 3/4 നന്നായിട്ടൊന്ന് ഇതേപോലെ തന്നെ ലിഡിൽ മാത്രം ഒന്ന് ഞാൻ ആ ഷിമ്മർ ഷെയ്ഡ് വെച്ചിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, അപ്പോൾ തന്നെ കണ്ണ് നന്നായിട്ട് വിടർന്നിരിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ രണ്ട് കണ്ണും അതേപോലെ തന്നെ ചെയ്യാണ് ഞാൻ. പുറത്തൊന്നും പോയി കഴിഞ്ഞാൽ അങ്ങനെ എന്താ പറയുക, ആ ലൈറ്റിലൊന്നും അത്രയ്ക്കൊന്നും അറിയില്ല. ബട്ട് ഒരു ലുക്ക് ഉണ്ടാവും, അതറിയാം. അപ്പോൾ എന്നിട്ട് ഞാനൊരു ചെറിയൊരു ബ്രഷ് വെച്ചിട്ട് അതേപോലെ തന്നെ എന്താ പറയുക എന്താ പറയുക ഈ ബോണും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതും കൂടെ ഒന്ന് ചെയ്തു. ബ്രോ ബോണും കൂടെ ഒന്ന് ഞാൻ ഹൈലൈറ്റ് ചെയ്തു. അടുത്ത റെവ്ലോണിൻ്റെ ഒരു കോൾ സ്റ്റിക്കാണ്, നല്ലൊരു സ്റ്റിക്കാണ്. ബട്ട് അത് സ്മഡ്ജ് ആവും ഒത്തിരി. അതായത് ഒരു ഫുൾ ഡേ ഒരു 6 to 7 8 hours നിന്നെങ്കിലും കുറച്ച് സ്മഡ്ജ് ആവും. സോ സ്മഡ്ജ് ആവാതിരിക്കാൻ അടിയിൽ നമ്മുടെ എന്താ പറയുക ഇതില്ല കോമ്പാക്ട് പൗഡർ വെച്ച് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ അതെല്ലാം സ്മഡ്ജായി പോകും. ഞാൻ ഇതേ ഐ പെൻസിൽ വെച്ചിട്ട് തന്നെ മേലെ ഞാനൊരു 3/4 വരയ്ക്കുന്നുള്ളൂ. എന്നിട്ടൊരു വിങ്ക് പോലെ ഇടുകയാണ് ഞാൻ. അത് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇങ്ങനെ ഹാർഷായിട്ട് നിൽക്കാതെ ഞാൻ എന്നിട്ട് അതിനെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ കണ്ണ് നന്നായിട്ട് അങ്ങ് നീണ്ട് ഇരിക്കും, പക്ഷെ കാണൂല നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്. എല്ലാം ഒരു നാച്ചുറൽ ലുക്കായിട്ടേ തോന്നുള്ളൂ. അത്രയ്ക്ക് അങ്ങ് ഹെവി ആയിട്ടൊന്നും തോന്നുന്നില്ല. നമ്മളിങ്ങനെ വരച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നൊന്നും അങ്ങനെ തോന്നുന്നില്ല. എന്നിട്ട് ഞാൻ ഒരു ബ്രഷ് വെച്ച് അതിനെ അങ്ങ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും ഉള്ളിലോട്ട്. ഇടയ്ക്കും കണ്ണും തുറന്ന് നോക്കണേ, അപ്പോഴേ നമുക്ക് ആ ഓരോരുത്തരുടെ കണ്ണിൻ്റെ ഷേപ്പ് ഓരോ പോലെയല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ താഴെ മേലെ നന്നായിട്ടൊന്ന് ഇത് ചെയ്ത് കൊടുക്കുക. നമ്മളങ്ങനെ വരച്ചിട്ടുണ്ട് തോന്നരുത്, ബട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു നോ മേക്കപ്പ് ലുക്ക് പോലെ. ഓക്കെ, നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ രണ്ട് കണ്ണ് ഞാൻ ചെയ്തു. എന്നിട്ട് ഞാൻ വീണ്ടും അതിൻ്റെ മുകളിൽ കൂടെ തന്നെ ആ ഷിമ്മറി ഷെയ്ഡ് വെച്ച് ഒന്നിങ്ങനെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇതേപോലെ തന്നെ രണ്ട് കണ്ണിലും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു എന്താ പറയുക നമ്മുടെ കളർബാറിൻ്റെ ഡിയോ മസ്കാര വെച്ചിട്ട് നന്നായിട്ട് ഐലാഷ് ഒന്ന് കേൾ ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് കേൾ ചെയ്യുന്നു. അത് ലെങ്തനിങ് സൈഡ് വെച്ചിട്ട് 2 സൈഡ് ഉണ്ടല്ലോ. സോ അതിലത്തെ ലെങ്തനിങ് മസ്കാര വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ആക്ച്വലി ഇത് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഐലാഷ് കേളർ വെച്ചിട്ടൊന്ന് കേൾ ചെയ്യുള്ളൂ കേട്ടോ. അത് വെച്ചിട്ട് നോക്കിയാൽ ഞാൻ കാണിച്ചു തരാം. അപ്പം നന്നായിട്ട് വെറ്റായിട്ടുള്ള മസ്കാരയിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് സ്റ്റിഫായിട്ട് അങ്ങനെ തന്നെ അങ്ങ് നിൽക്കും. ഓക്കെ, ഞാനെപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ്. വേണ്ടോ, ഞാൻ മസ്കാര യൂസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതൊന്ന് ഐലാഷ് ഒന്ന് കേൾ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, നന്നായിട്ട് അങ്ങനെ തന്നെ നിൽക്കും. ഇത് തിക്കനിങ് മസ്കാര പോലത്തെ വല്ലതും ഉണ്ടെങ്കിൽ നല്ലതായിട്ട് അങ്ങനെ എടുത്ത് കാണും നമ്മൾ. അതായത് ഫാൾസ് ലാഷ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല, അതിനെ നന്നായിട്ട് കാണും. അടുത്തത് ഞാൻ നമ്മുടെ മേക്കപ്പ് കംപ്ലീറ്റ് ആവാൻ ഒരു ലിപ്സ്റ്റിക്ക് വേണം. അപ്പോൾ മേബ്ലിൻ്റെ വിവിഡ് മാറ്റ് റേഞ്ചിലുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. അത് ഓറഞ്ചാണ് ഷെയ്ഡ്. അതിൻ്റെ ശരിക്കുള്ള നമ്പർ റോസി ഓറഞ്ച് വിവിഡ് 4. ഓക്കെ, ഇതിന് 4 ഷെയ്ഡേ ഉള്ളൂ. നല്ലൊരു ഷെയ്ഡാണിത്. മാറ്റാണ്, ബട്ട് എന്താ പറയുക ഇതായിട്ട് തോന്നും. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്.
അപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് മേബിലിൻ്റെ. ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, പിന്നെന്താണ്, സിമ്പിളാണ് ആക്ച്വലി. സിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ കുറേ പ്രോഡക്റ്റ്സ് ഉണ്ടെങ്കിലും സിമ്പിളാണ്. ബട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് മാറ്റാം. ചിലർ ഫുള്ള് ഐലൈനർ കൊണ്ട് വിങ്ഡ് ഐലൈനറൊക്കെ ചെയ്യും. എനിക്കത് തീരെ ഇഷ്ടമല്ല. ഒരു ദിവസം ഞാൻ അതും ചെയ്യാം. അപ്പോൾ അങ്ങനെയും ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അതായത് ഞാനിങ്ങനെയാണ് പുറത്ത് പോകുന്നത്. അതായത് ഞാൻ ബ്ലഷൊന്നും അത്രയ്ക്ക് ബ്ലഷൊക്കെ ഇട്ട് മേ ബി പുറത്ത് പോകുമ്പോഴത്തേക്കും നന്നായിട്ട് കാണും തോന്നുന്നു. ഇതാകുമ്പോൾ അത്രയ്ക്ക് അങ്ങ് കാണില്ല, ഡിഫൈൻ ആയിട്ടുണ്ടാവും ഫേസ്. അതേപോലെ ബ്രൈറ്റ് ആയിട്ടും ഉണ്ടാവും. അങ്ങനെ നല്ലൊരു കോമ്പാക്ട് പൗഡറും കൂടെയാണ് ഫിറ്റ്മി മെയ്ബിലിൻ ഫിറ്റ്മിയുടെ. അപ്പോൾ എല്ലാവർക്കും ഈ ലുക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നത് കരുതുന്നു. അപ്പോൾ ഇതോടെ ഞാൻ കുങ്കുമം ഇല്ലാതെ എവിടെയും പുറത്തു പോവില്ല. ഞാൻ കല്യാണം കഴിച്ചത് തന്നെ കുങ്കുമം ഇടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുങ്കുമം ഇടാൻ. പിന്നെ പൊട്ട് പിന്നെ ഡ്രസ്സിനനുസരിച്ച് കുർത്ത പോലെയാണെങ്കിൽ ചെറിയ കളർ പോലത്തെ ബിന്ദി യൂസ് ചെയ്യും. ജീൻസ് ഇടുകയാണെങ്കിൽ പൊട്ട് യൂസ് ചെയ്യില്ല. ഈ പൊടിക്ക് എല്ലാവരും ഇങ്ങനെ അടുത്ത് നിന്ന് നോക്കണം പൊട്ട് വെച്ചിട്ടുണ്ടോയെന്ന്, അതുപോലെ ഇടുള്ളൂ. പിന്നെ താലി ഇടാറുണ്ട്. കമ്മൽ മാത്രം ഡ്രസ്സിനനുസരിച്ച് ഞാൻ മാറ്റും. ഞാനിങ്ങനെ ഒത്തിരി ഹാങ്ങിങ്സൊക്കെ ട്രഡീഷണൽ വെയറിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യുള്ളൂ. ജീൻസിൻ്റെ കൂടെയൊക്കെ ഇതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ഇയറിങ് അതുപോലത്തെ, അല്ലെങ്കിൽ ചെറിയൊരു സ്റ്റഡ് ഉണ്ട് എൻ്റെ കയ്യിൽ, ഒരു വൈറ്റ് ക്രിസ്റ്റലിൻ്റെ. ഞാൻ അത് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ എല്ലാവർക്കും പിന്നെ പൊട്ട് വേണമെങ്കിൽ എല്ലാവർക്കും വയ്ക്കാം കേട്ടോ. പിന്നെ ലിപ്സ്റ്റിക്ക് ഇത്രയും ബ്രൈറ്റ് വേണ്ടെങ്കിൽ ഇതൊരു ഓറഞ്ച് ഷെയ്ഡാണ്. ന്യൂഡ് ഷെയ്ഡും യൂസ് ചെയ്യാം. നല്ല കുറേ ന്യൂഡ് ഷെയ്ഡ്സ് ഒക്കെ ഉണ്ട്, അതും യൂസ് ചെയ്യും. അതും നല്ലതായിരിക്കും അതിൻ്റെ കൂടെ പോകാൻ. ഞാൻ കണ്ണ് ലൈറ്റായിട്ട് ലിപ്സ് കുറച്ച് ബ്രൈറ്റ് ആക്കിയതാണ്, അല്ലെങ്കിൽ ഫുൾ അങ്ങ് ഡള്ളായിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ മേക്കപ്പ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. പിന്നെന്താ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.